നമസ്കാരം സർ. KCBC വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ഇത്തരത്തിലൊരു മാറ്റം രാഷ്ട്രീയത്തെയും വിശ്വാസികളെയും വിശ്വാസങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ സാറിനുണ്ടോ? സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ്. 1959 ശേഷം ആദ്യമായിട്ടാണ് KCBC ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ഇതിനു മുമ്പ് വിമോചന സമരകാലത്താണ് കേന്ദ്ര ഗവൺമെന്റിനോട് സഹകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ, ചൈനയ്ക്കെതിരെ KCBC നിലപാടെടുക്കുകയും ചൈനീസ് ഗവൺമെന്റിനെ കേരളത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്രാവശ്യം ഇവിടെ ചൈനയ്ക്ക് പകരം പാകിസ്ഥാനാണെന്നുള്ളതേ ഉള്ളൂ. വഖഫെന്നും കോൺഗ്രസിനും ഒക്കെ പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടിരുന്ന പുതിയ വഖഫ് ബില്ലിനെ അനുകൂലിക്കാൻ ക്രിസ്ത്യാനികളായിട്ടുള്ള MP-മാരോടും MLA-മാരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പർട്ടിക്കുലർലി പാർലമെന്റിലെ 7 MP-മാരോടും കേരളത്തിലെ 30 ക്രിസ്ത്യൻ MLA-മാരും. അപ്പൊ ഇതിനെ ഈ കേരളത്തിലെ 7 ക്രിസ്ത്യൻ MP-മാരും അവരുടെ കൂടെയും വഖഫിന്റെ കൂടെയും ഖിലാഫത്തിന്റെ കൂടെ ആയിരിക്കും. വലിയൊരു മാറ്റത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. വളരെ ശക്തമായ ഒരു നിലപാടാണ് ദേശീയതയുടെ കൂടെയും ഹിന്ദുസ്ഥാന്റെ കൂടെയും നിൽക്കാൻ KCBC എടുത്തിരിക്കുന്നത്. അതില് KCBC-ലെ നേതാക്കന്മാരെ, ഒരു വിശ്വാസി എന്ന നിലയിൽ 3 മാസമായിട്ട് KCBC-യോട് ഞാനിതാണ് ഇരുന്നത്. ഈ 7 MP-മാരെയും 30 MLA-മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മഹറോൻ ചൊല്ലണമെന്നും പള്ളിക്കുറ്റം ചൊല്ലണമെന്നും അവരെ തെമ്മാടിക്കുഴിയിൽ പോലും അറക്കാൻ പാടില്ല എന്നും. കാരണം അവര് 2004-2014 തന്നെ രഹസ്യമായിട്ട് മതം മാറി ജിഹാദിയായി, ക്രിസ്ലം ജിഹാഞ്ചലിസ്റ്റായി ഇന്ത്യ അലയൻസിന്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇന്ത്യ അലയൻസിലുള്ള ക്രിസ്ത്യൻ. അവർക്ക് സഭയുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ വിശ്വാസവുമായിട്ടോ ഒരു ബന്ധവുമില്ല. അവര് വിശ്വാസവും ഉപേക്ഷിച്ചു. കണക്കിലധികം തുപ്പൽ ബിരിയാണി കഴിച്ച് അവര് ജിഹാദിസ്റ്റിലോട്ട് പോയി. അപ്പൊ ഇനി അവര് മാനസാന്തരപ്പെടും, അവര് തിരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരും, ദേശീയ വിശ്വാസത്തിലേക്ക് വരും എന്നൊരു വിശ്വാസം ആർക്കുമില്ല. ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ കാര്യത്തില് KCBC-ക്ക് അകത്തും പുറത്തുമൊക്കെ ചെറിയ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം KCBC ഒരു നല്ല കൺക്ലൂഷൻ, ദേശീയതയുടെ കൂടെ നിൽക്കാനും വിശ്വാസത്തിന്റെ കൂടെ നിൽക്കാനും ജിഹാദികളെ എതിർക്കാനും കോൺഗ്രസിനെ ഇന്ത്യ അലയൻസിനെ എതിർക്കാനും BJP ഗവൺമെന്റിന്റെ കൂടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടെ നിൽക്കാൻ അവർ തീരുമാനമെടുത്തു. അതിന്റെ ഉത്തരവ് അവർ പുറപ്പെടുവിച്ചു. അപ്പൊ അതിന് അവരെ അഭിനന്ദിക്കുന്നു. ഞാനിതിന് കാരണം വിശ്വാസി എന്ന നിലയിൽ കാണുന്നത് ഈ മെത്രാൻസന്മാരുടെ മാതാപിതാക്കളും വല്യപ്പന്മാരും അവരുടെ തലമുറകൾ, അവരുടെ കാരണവന്മാര് നല്ല വിശ്വാസികളായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണ് KCBC മെത്രാന്മാർ ഉണ്ടായിരിക്കുന്നത്. നല്ല വിശ്വാസികളായ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ കാരണവന്മാർ ചെയ്ത പുണ്യമാണ് ഇപ്പൊ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഈ KCBC മെത്രാന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പുണ്യമാണ്. ആ പുണ്യത്തിൽ കൊണ്ടാണ് അവർക്കൊരു ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ UDF-ലും LDF-ലും ഉള്ള കേരള കോൺഗ്രസ്സുകാരുടെയും കാരണവന്മാര് വെറും തെണ്ടികളായിരുന്നുകൊണ്ടാണ് അവർ ഇപ്പോഴും ഇന്ത്യ അലയൻസിന്റെ കൂടെ നിൽക്കുന്നത്. അവർക്ക് വിശ്വാസം ഇല്ലാണ്ടിരുന്നുകൊണ്ടാണ് അവർ ഈ അലയൻസുകാർ ഇപ്പോഴും വഖഫിന് അവർക്ക് മാനസാന്തരം ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇത് നോയമ്പ് കാലമാണ്, എല്ലാവരും പ്രാർത്ഥനയിൽ കഴിയുന്ന കാലമാണ്. അപ്പോ ഈ ഉപവാസവും പ്രാർത്ഥനയുമാണ് ചെകുത്താനെ ഓടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഇപ്പം 50 നോയമ്പിന്റെ 30 ദിവസം കഴിഞ്ഞു. ആ 30 ദിവസം നോയമ്പെടുത്തതിന്റെ എഫക്റ്റ് ആണ് ഇപ്പൊ KCBC-യുടെ ഈ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന് KCBC-യെയും അതിലെ ആൾക്കാരെയും അഭിനന്ദിക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഈ MP-മാരും MLA-മാരും സഭയെ ധിക്കരിച്ചുകൊണ്ട് വഖഫിന്റെ കൂടെ പോയതുകൊണ്ട് അവരെ ഉടനടി മഹറോൻ ചെല്ലുകയും അവരുടെ കുടുംബാംഗങ്ങളെ പള്ളിയിൽ നിന്നും വിലക്കുകയുമാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളൊക്കെ കുർബാന കാണാനും ഒക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ വഖഫുകാരും വന്ന് പള്ളിയിൽ ഇരിക്കുകയാണ്. കേരള കോൺഗ്രസിനും കമ്മിയെന്നും പറഞ്ഞ് ഈ വഖഫുകാരും വന്ന് പള്ളിയിൽ ഇരിക്കുകയാണ്. അത് വലിയൊരു ശല്യമാണ്. വഖഫിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പള്ളിയിൽ വരിക എന്ന് പറയുന്നത് മറ്റ് വിശ്വാസികളെ കുതപ്പുണ്ടാക്കും, മറ്റ് വിശ്വാസികളെ അത് കൺഫ്യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ വഖഫിനെ പിന്തുണയ്ക്കുന്നവർ ഒരു കാരണവശാലും പള്ളിയിൽ വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൂടെ KCBC-ക്ക് പുറപ്പെടുവിക്കാവുന്നതാണ്. രണ്ടാമത് KCBC ചെയ്യേണ്ടത് CBCA എന്നും പറഞ്ഞ് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്ത്യ മൊത്തമുള്ള ബിഷപ്പുമാരുടെ ഓർഗനൈസേഷൻ. അവരും ഇതേ നിർദ്ദേശം പുറപ്പെടുവിക്കണം. കാരണം ഇന്നലെ തമിഴ്നാട്ടിലെ ഇവാഞ്ചലിസ്റ്റ് ലോബി, പാസ്റ്റർ സ്റ്റാലിൻ, പാസ്റ്റർ ഉദയനിധി, അങ്ങനെയുള്ള പാസ്റ്റർമാരുടെ ഒക്കെ കൂടെ ചേർന്ന് ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവിടെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ജിഹാദികളുടെ കൂടെ ചേർന്നിരിക്കുകയാണ് അവര്, തമിഴ്നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ, നമ്മുടെ തൊട്ടയലോകത്തുള്ള. അപ്പൊ അവരെയും തിരുത്തേണ്ട ഒരു കടമയുണ്ട്. അവരോടും കൃത്യമായിട്ട് ദേശീയതയുടെ കൂടെ നിൽക്കാനും ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയും ഇന്ത്യയിൽ, അത് ഏത് സ്റ്റേറ്റും ആയിക്കോട്ടെ, ഒരു ക്രിസ്ത്യാനിയും ഇന്ത്യയിൽ വഖഫിന്റെ കൂടെ നിൽക്കാൻ പാടില്ല
കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, ദേശീയതയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഒരാൾ വഖഫിൽ ചേരുന്നത് വഴി അയാളുടെ ക്രിസ്ത്യാനിറ്റി അവസാനിക്കുകയാണ്, അയാൾ ക്രിസ്ത്യാനി അല്ല പിന്നെ. അപ്പൊ അത് KCBC അപ്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. KCBC തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് KCBCക്ക് ഉള്ളത്. അതുകൊണ്ട് KCBCയുടെ ഈ ചുവടുമാറ്റം മറ്റു മൈക്രോ മൈനോറിറ്റികളെ, ബുദ്ധന്മാര്, ജൈനന്മാര്, സിഖുകാര്, പാഴ്സി, മറ്റു മൈനോറിറ്റിയെ കൂടെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതാണ് അതിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ ഉള്ള മറ്റു മൈനോറിറ്റികളുണ്ട്, മൈക്രോ മൈനോറിറ്റികൾ, ദേശീയവാദികളായ മൈനോറിറ്റികൾ, സിഖുകാര്, ബുദ്ധന്മാര്, ജൈനന്മാര്, പാർസി, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അവരും ദേശീയതയിലേക്ക് വരികയാണ്. അപ്പോൾ KCBCയുടെ തീരുമാനം രാജ്യത്തിന് ആകമാനം ഒരു മാതൃകയാണ്, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മാതൃകയാണ്. ക്രിസ്ത്യൻ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇനി ആരും ഇന്ത്യ അലയൻസിൽ വഖഫിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. അത് കോൺഗ്രസോ കേരള കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരും ആയിക്കോട്ടെ. ഇന്ത്യ അലയൻസിന്റെ ഒരു പാർട്ടിയിലും ഇനി ക്രിസ്ത്യാനിക്ക് നിൽക്കാൻ സാധ്യമല്ല. വിശ്വാസപരമായി അതിൽ നിൽക്കുന്നവൻ വിശ്വാസത്തിൽ നിന്ന് പുറത്താകുകയാണ്. ഇത് വിശ്വാസപരമായിട്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അല്ലാണ്ട് മുനമ്പത്തെ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ 1947 ഓഗസ്റ്റ് 14 വരെ സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവം എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റി, പരിശുദ്ധ ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, യഹോവ, യേശുവ, റൂഹ. അതുപോലെ തന്നെ ചെകുത്താൻ എന്ന് പറയുന്നത് ലൂസിഫർ, ചെകുത്താൻ. ആ ചെകുത്താന്റെ 3 അവതാരങ്ങൾ എന്ന് പറയുന്നത് ജിഹാദി, കമ്മി, ലിബറൽ. ഈ 3 ചെകുത്താന്മാർ. അപ്പൊ ഇത് നമ്മൾ 75 വർഷം മുമ്പ് വരെ ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ജിഹാദി കോൺഗ്രസിനും പാകിസ്ഥാനും ഗാന്ധി ഖാനും നെഹ്റു ഖാനും ഒക്കെ അധികാരം കിട്ടിയപ്പം ആ വേദപാഠത്തിൽ നമ്മൾ ഡയലൂട്ട് ചെയ്ത് സെക്കുലറിസവും സോഷ്യലിസവും ഗാന്ധിസവും ഒക്കെ കൊണ്ടു. അപ്പൊ ഇപ്പം ഇവിടെ ഹിന്ദുസ്ഥാൻ, ശ്രീ നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യത്ത് കൃത്യമായിട്ട് വിശ്വാസം പഠിപ്പിക്കാൻ സാധിക്കും. പഴയ 1947 വരെ ഉണ്ടായിരുന്ന വിശ്വാസം, യഥാർത്ഥ വിശ്വാസം, ദൈവം എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റി ആണെന്നും പരിശുദ്ധ ത്രിത്വമാണെന്നും, ചെകുത്താൻ എന്ന് പറയുന്നത് കമ്മി, ജിഹാദി, ലിബറൽ, ഇത് 3 ആണെന്നും പഠിപ്പിക്കാനുള്ള ഒരു അവകാശം അല്ലെ അധികാരം സഭയ്ക്കുണ്ട്. സഭ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയൊരു തീരുമാനം ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ക്രിസ്ത്യാനിയുടെ രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റമാണ് ഇത് വരുത്തിയിരിക്കുന്നത്. സഭ 1965 തുടങ്ങി കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് പിന്തുടർന്നിരുന്നത്. അതായത് കുറച്ചുനാൾ കമ്മി, കുറച്ചുനാൾ കൊങ്കി, കുറച്ചുനാൾ ജിഹാദി, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. അതിൽ നിന്നും മാറി കാസയുടെ രാഷ്ട്രീയത്തിലേക്ക് സഭ വന്നിരിക്കുകയാണ്. കാസ പറയുന്നതാണ് ശരി, എക്യുമെനിക്കൽ രാഷ്ട്രീയം. അതുപോലെ KCBCക്ക് ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. മറ്റ് സഭകളുണ്ട്, യാക്കോബായ സഭ, യാക്കോബായ കനായ സഭ, മാർത്തോമ, ഓർത്തഡോക്സ്, CSI, അങ്ങനെ പലവിധ സഹോദര സഭകളുണ്ട്. ആ സഭകളെ എല്ലാം ദേശീയതയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും ലീഡിംഗ് ചർച്ച എന്ന നിലയിൽ KCBCക്കുണ്ട്. അവരത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അവരെയും കൂട്ടി എക്യുമെനിക്കലായിട്ട് വേണം സഭ മുന്നേറാൻ. എല്ലാ സഭകളെയും ഒത്തുചേർത്തുകൊണ്ട്, എല്ലാ ബിഷപ്പുമാരെയും ഒത്തുചേർത്തുകൊണ്ട് ഭാരതമാതാവിനൊപ്പവും BJPക്കൊപ്പവും കേന്ദ്ര ഗവൺമെന്റിനൊപ്പവും ഇനി പപ്പൂക്കാനും ഇന്ത്യ അലയൻസും ഒരു കലാപം ഉണ്ടാക്കിയാൽ കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒപ്പവും നിലയുറപ്പിക്കാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളും സഭകളും തയ്യാറാകുകയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവര് പലരും കുന്തിരിക്കുമെന്നും പറഞ്ഞ് ജിഹാദി വന്നാൽ, ഇന്ത്യ അലയൻസോ പപ്പൂക്കാനോ വന്നാൽ, ക്രിസ്ത്യാനിയുടെ നിലപാടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൂടെയാണ്, പൂർണ്ണമായിട്ടും ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെയാണ്, പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടെയാണ്. ആ ഒരു മാറ്റമാണ് ഈ KCBCയുടെ പുതിയ നിലപാട് വഴി പുറത്തോട്ട് വരുന്നത്. അപ്പൊ അത് രാജ്യത്തിന് നല്ലതാണ്, സഭയ്ക്ക് നല്ലതാണ്, വിശ്വാസികൾക്ക് നല്ലതാണ്. ഈ നോയമ്പ് കാലം ഫലദായകമാക്കണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളുടെ വഴി. ഇപ്പൊ ഈ ഒരു നോയമ്പ് കാലം ഫലദായകമാവുകയാണ്, രാജ്യത്തിനും വിശ്വാസികൾക്കും ഫലദായകമാവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കാലത്തിന് ശേഷം ധൈര്യം അവലംബിച്ച എല്ലാ KCBC മെത്രാൻമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സഭയെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ സഭയ്ക്ക് വിരുദ്ധമായിട്ട് ജിഹാദികളുടെ കൂടെ തുപ്പൽ ബിരിയാണി തിന്ന് ഇന്ത്യ അലയൻസിൽ പ്രവർത്തിക്കുന്ന എല്ലാ കേരള കോൺഗ്രസുകാരെയും നരകത്തിലേക്ക് ശപിച്ചു തള്ളാനും കൂടെ സഭ ഈ തരുണത്തിൽ തയ്യാറാകണം. കാരണം അവർ മാനസാന്തരത്തെ നിഷേധിക്കുകയും വിശ്വാസത്തെ നിഷേധിക്കുകയും ചെയ്തവരാണ്. അവർക്ക് പള്ളി വരാൻ പോലും യോഗ്യതയില്ല. കേരള കോൺഗ്രസുകാർക്ക് ഇനി പള്ളി വരാൻ പോലും യോഗ്യതയില്ല. ഇന്ത്യ അലയൻസിലുള്ള ക്രിസ്ത്യാനിക്ക് ഇനി പള്ളിയിൽ വരാൻ പോലും യോഗ്യതയില്ല. അതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ കാര്യത്തിൽ പുതിയ BJP പ്രസിഡന്റിനും അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഫലദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കേരളത്തെ ഈ അവല് മലര് കുന്തിരിക്കത്തിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഈ ജിഹാദിൽ നിന്നും, ഐസിസ് ആസാദ് കേരളത്തിൽ നിന്നും, ഹമാസിൽ നിന്നും, ഹിസ്ബുള്ളയിൽ നിന്നും, സകല ജിഹാദി തീവ്രവാദത്തിൽ നിന്നും മോചിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതില് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ വലിയൊരു സന്തോഷം നേരുന്നു. ബിഷപ്പുമാരെന്ന് പറയുന്നത് ഇടയന്മാരാണ്. ആക്ച്വലി സഭയുടെ വിശ്വാസം അനുസരിച്ച് ഇടയന്മാരാണ്. അവർ നല്ല ഇടയന്മാരായി, KCBC നല്ല ഇടയന്മാരായി എന്നുള്ളതാണ് ഇന്നലത്തെ ഈ ഉത്തരവിന്റെ സവിശേഷത.
അതായത് ജനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന നല്ല ഇടയന്മാരായിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. നമ്മുടെ രാജ്യം പുരോഗമിക്കട്ടെ. എല്ലാവർക്കും ഒരേ സമയത്ത് ഇപ്രാവശ്യം വിഷുവും ഈസ്റ്ററും ഒരേ ആഴ്ചയിലാണ് വരുന്നത്. വിശുദ്ധവാരവും വിഷുവും ഒരേ ആഴ്ചയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഈ കാര്യത്തിൽ കേരളത്തിൽ രൂപപ്പെടുകയാണ്. അതിൽ ഉള്ള പ്രത്യേകമായ മാറ്റം അതിൽ വരുന്നുണ്ട്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെ വ്യത്യാസം കാണും. അപ്പോൾ അതിനെല്ലാം ശുഭസൂചകമായിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. പുതിയ BJP നേതൃത്വത്തിനും കാര്യങ്ങൾ ശുഭസൂചകമാണ്. അതിലുള്ള സന്തോഷവും പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, കർത്താവിന് സ്തോത്രം. എല്ലാ കാര്യത്തിലും KCBCയെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കും. സാറ് മുൻപേ പറഞ്ഞ പോലെ 60 വർഷങ്ങൾക്ക് ശേഷമാണ് ജിഹാദികളിൽ നിന്ന് ഇങ്ങനെ ഒരു മോചനം കിട്ടുന്നത്. ഇനി ഒരു മടങ്ങിപ്പോക്ക് അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഇനി ജിഹാദികളുടെ അടുത്തേക്ക് KCBC മടങ്ങിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ജിഹാദികൾ കാണിക്കുന്നത് ടക്കിയാണെന്നും വളരെ സൂത്രത്തില് ഈ 10-60 വർഷം തോളെ കൈയിട്ട് നടന്നിട്ട് പള്ളിയും ക്രിസ്ത്യാനികളുടെ സ്വത്തും പിടിച്ചടക്കാനാണ് വഖഫും ലീഗും ജിഹാദിയും കോൺഗ്രസും ശ്രമിച്ചതെന്ന് കൃത്യമായിട്ട് സഭയ്ക്കും വിശ്വാസികൾക്കും ബോധ്യപ്പെട്ടു. ഇനി അത് ബോധ്യപ്പെടാത്തടത്ത് കേരള കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസ്സുകാർക്ക് അത് ബോധ്യപ്പെടാത്തത്, കോൺഗ്രസ്സുകാർക്കും കമ്മികൾക്കും അത് ബോധ്യപ്പെടാത്തത് വയറ് നിറയെ തുപ്പൽ ബിരിയാണി കഴിച്ചുകൊണ്ടാണ്. ബാക്കി എല്ലാ വിശ്വാസിക്കും ബോധ്യപ്പെട്ടു. ഈ ജിഹാദി തോളെ കൈയിട്ട് നമ്മുടെ സ്വത്തും സ്ഥലവും അടിച്ചെടുക്കുകയായിരുന്നു. എല്ലാം സൂത്രത്തിൽ പാർലമെന്റിൽ പോയിരുന്നത്. പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഭരണം, നരസിംഹറാവുവിന്റെയും സോണിയാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിന്റെയും പപ്പുവിന്റെയും ഒക്കെ ഭരണം സൂത്രത്തിൽ ആരും രഹസ്യമായിട്ട് വക്കഫാക്കി. അതുപോലെ തന്നെ നമ്മുടെ കോടതികളുടെ പവർ എടുത്തു കളഞ്ഞു. സുപ്രീം കോടതിയെ ഒരു കുഞ്ഞു കോടതിയാക്കി, ഹൈക്കോടതിയെ അതിലും കുഞ്ഞു കോടതിയാക്കി. അതിന്റെ മുകളിൽ കയറ്റി വഖഫ് കോടതിയെ വെച്ചു. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒരു അധികാരവും ഇല്ല. എല്ലാ അധികാരവും വഖഫ് കോടതിക്ക്. കേരള ഹൈക്കോടതിയുടെ വിധി പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. വഖഫിനാണ് എല്ലാ അധികാരവും. അഫ്ഗാനിസ്ഥാൻ പൊറോട്ട കെട്ട് കെട്ടിയ ആൾക്കാരാണ് വഖഫ് ജഡ്ജി. പൊറോട്ട കെട്ടും തല കെട്ടിയിരിക്കുകയാണ് വഖഫ് ജഡ്ജി. അതിന്റെ താഴെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും. അവർക്കൊരു അധികാരവും ഇല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളാണെന്ന് ഓർക്കണം. സോണിയാഖാനും ബപ്പുഖാനും മമ്മിഖാനും പിങ്കിഖാനും സകല ഖാൻമാരും കൂടെ ഉണ്ടാക്കിയ നിയമമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമില്ല. എല്ലാ അധികാരവും വഖഫ് കോടതിക്ക്. വഖഫ് കോടതിയുടെ തീരുമാനം ഫൈനൽ. പൊറോട്ട കെട്ട് കോടതിയുടെ തീരുമാനം ഫൈനൽ. ഇനി പൊറോട്ട കെട്ടുകാരൻ എങ്ങനെയാ കോടതിയുടെ അധികാരം കിട്ടിയത്? ഭരണഘടനയിൽ എങ്ങനെയുണ്ടോ പൊറോട്ട കെട്ടുകാരനെ കോടതിയാക്കണം, ജഡ്ജിയാക്കണമെന്ന്? അപ്പൊ പാർലമെന്റ് കോൺഗ്രസിന്റെ കാലത്ത് പാസ്സാക്കിയ നിയമങ്ങളെല്ലാം, പാർലമെന്റിൽ പാസ്സാക്കിയ നിയമങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. മിനിയാന്ന് അമിത്ഷാജി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായി കോൺഗ്രസ് പാസ്സാക്കിയ നിയമങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് പുതിയ ബില്ലിലൂടെ. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കടമയുണ്ട്. സഭ ഇനി ഒരിക്കലും വ്യാജ വിശ്വാസവുമായിട്ട്, അതായത് ചേട്ടന്റെ അനിയന്റെ മക്കളാണ്, അതാണ് ജിഹാദിയും ക്രിസ്ത്യാനിയും സഹോദരി സഹോദരന്മാരാണ്, അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന്റെ മക്കളും ചെകുത്താന്റെ മക്കളുമായിട്ടുള്ള വ്യത്യാസമാണുള്ളത്. ദൈവത്തിന്റെ മക്കൾ വേറെ, ചെകുത്താന്റെ മക്കൾ വേറെ. അപ്പൊ അതുകൊണ്ട് സഭ ഇനി ഒരിക്കലും ജിഹാദിയുടെ അടുത്തേക്ക് തിരിച്ചു പോകത്തില്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ലോകത്തൊരിടത്തും അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ജിഹാദി എന്ന് പറയുന്നത് കംപ്ലീറ്റ് തട്ടിപ്പാണെന്നുള്ളത് ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും കൃത്യമായിട്ട് മനസ്സിലായി. അത് തന്നെയാണ് ഇവിടെ KCBCയും ചെയ്തിരിക്കുന്നത്. അതിനനുസൃതമായിട്ട് വിശ്വാസികളിലും ആ മാറ്റം വരും. വിശ്വാസികളിലും ആ ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. പിന്നെ നരകത്തിലോട്ട് പോകാനിരിക്കുന്ന കേരള കോൺഗ്രസ്സുകാരൻ നരകത്തിലോട്ട് പൊക്കോട്ടെ, അവൻ വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. അവൻ സ്വർഗത്തിലോട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. കേരള കോൺഗ്രസ്സുകാരൻ സ്വയം നരകം ഓപ്റ്റ് ചെയ്തവനാണ്. അവൻ നരകത്തിലോട്ട് തന്നെ പൊക്കോട്ടെ. അവനെ ഈ സഭയിലോട്ട് തിരിച്ചെടുക്കേ വേണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.